കാരിക്കിൻ അണ്ടറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തോൽവി അറിയാത്ത ആ ജൈത്രയാത്ര അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ന്യൂകാസിൽ 2 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1. ഫസ്റ്റ് ഓഫ് ഓൾ എടുത്തു പറയട്ടെ, ന്യൂകാസിൽ 100% ഡിസേർവ് ദ വിൻ. കാരണം അതിനു വേണ്ടിയിട്ട് അവർ പ്രയത്നിച്ചു, അതിനു വേണ്ടിയിട്ട് അവർ പോരാടി എന്ന് വേണം തന്നെ പറയാനായിട്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആ ഒരു ഇന്റൻസിറ്റി ഗെയിമിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഈ കളി നമ്മൾ ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ ഒരു തോൽവിയിൽ ഞാൻ ഒട്ടും സർപ്രൈസ്ഡ് ഒന്നുമല്ല. കാരണം ഇത് എവിടെയോ വരാനിരുന്ന ഒരു തോൽവി തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ സിറ്റി ആയിട്ടും ആർസണലുമായിട്ടുള്ള കളിയൊക്കെ ജയിച്ചു, ഫുൾഹാമുമായിട്ട് പിന്നെയും ഓക്കെ ആയിട്ട് കളിച്ചു. പിന്നീട് അങ്ങോട്ടേക്കുള്ള ഗെയിംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാ ഗെയിംസും എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നിൽ നിന്നിട്ട് തട്ടിയും മുട്ടിയൊക്കെയാണ് ജയിച്ചു വന്നത്. സമനില നേടിയതൊക്കെ ആണെങ്കിൽ വെസ്റ്റ് ഹാമിനെതിരെ ലാസ്റ്റ് മിനിറ്റിൽ സമനില നേടി. പിന്നീടുള്ള ഗെയിംസിലൊക്കെ എന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്നൊക്കെ വന്നിട്ടൊക്കെയാണ് നമ്മൾ വിജയം കൈവരിച്ചിട്ടുള്ളത്. ലാസ്റ്റ് 4 ഗെയിംസ് നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഇന്റൻസിറ്റി ഒന്നും ഇല്ലാതെ പതുക്കെ തട്ടി മുട്ടി ഒക്കെ ആയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് മറ്റ് ടീമുകൾ ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമുകളാണ്. ഇവിടെ ന്യൂകാസിൽ എന്ന് പറഞ്ഞാൽ കളി തുടങ്ങിയ സമയത്ത് തന്നെ അവർ ആധിപത്യം സ്ഥാപിച്ചിട്ട് തന്നെയാണ് ആ കളി മുമ്പോട്ട് കൊണ്ടുപോയത്. സോ ഫസ്റ്റ് 25 മിനിറ്റ്സിന്റെ സമയം നോക്കുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എതിർ പെനൽറ്റി ബോക്സിൽ ഒരു ടച്ച് പോലും നേടാൻ സാധിച്ചിട്ടില്ല. ആ സമയത്ത് ന്യൂകാസിലിന് ഏകദേശം 13-15 ടച്ചസ് ഇൻ ദ ഓപ്പോസിറ്റ് ബോക്സ് ആണ് നേടാൻ സാധിച്ചത്. സോ വി വേ വെരി സ്ലോ. നമുക്ക് അവരെ ഒരു രീതിയിലും കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു മേഖലകളിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ന്യൂകാസിലിന് മേൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ 4 കളികളിലൊക്കെ നമ്മൾ ഒരുവിധം വിജയങ്ങളും സമനിലയൊക്കെ സ്ക്രേപ്പ് ഔട്ട് ചെയ്യാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതൊന്നും ആധിപത്യത്തോടുകൂടി വിജയിച്ച ഗെയിംസ് ഒന്നും ആയിരുന്നില്ല. സോ സംഹൗ വി ആർ മാനേജിങ് വിൻസ്. പക്ഷെ ഇപ്പോൾ റിയാലിറ്റി ഹിറ്റ് ചെയ്തു. വി ഹാഡ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി അല്ലേ. ഈ ഒരു കളി പ്രത്യേകിച്ച് ആസ്റ്റൺ വില്ല തോക്കുന്നു, പിന്നെ ലിവർപൂൾ തോക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഈ ഒരു ഗെയിം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ഇഫ് വി ഹാഡ് വൺ, നമുക്ക് ഈസി ആയിട്ട് ആസ്റ്റൺ വില്ലിനെയും കാട്ടിയൊക്കെ ഒരു 3 പോയിന്റ് മുമ്പിലോട്ട് പോവാം. ആൻഡ് തൊട്ട് ബാക്കി കിടക്കുന്ന ചെൽസിനെയും കാട്ടി ഒരു 6 പോയിന്റ്സ് ക്ലിയർ ആക്കാനായിട്ടുള്ള ഒരു സാധ്യതയായിരുന്നു. പക്ഷെ നമ്മളത് കളഞ്ഞു കുളിച്ചു. ഇനി ഗെയിമിലേക്ക് വരാം. സോ കളി തുടങ്ങി, ഞാൻ പറഞ്ഞതുപോലെ ഫുള്ള് ന്യൂകാസിലിന്റെ കയ്യിലായിരുന്നു അവരുടെ ആധിപത്യം മൊത്തം. ആൻഡ് ദേ വർ പ്ലേയിങ് മച്ച് ബെറ്റർ. എനിക്ക് തോന്നുന്നു ഇത് മെയിനായിട്ട് നമ്മൾ സൺഡേ ഗെയിം കഴിഞ്ഞിട്ട് പിന്നെ വെനസ്ഡേ, സോ വി ഹാഡ് ജസ്റ്റ് 3 days ഗ്യാപ്പ് അല്ലേ. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിന് ഇത്രയും സമയത്തിനുള്ളിൽ കളിക്കുന്നത് എനിക്ക് തോന്നുന്നു അവരുടെ ഫിറ്റ്നസ് ലെവൽസിന് ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ്. ആൻഡ് ലെറ്റ് മീ പുട്ട് ദ സ്ട്രേറ്റ്. ഓക്കെ, ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നമ്മൾ അമർമെന്റ് അണ്ടറിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്ലെയേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫിറ്റ്നസ് ലെവൽസ് കീപ്പ് ചെയ്തിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ കാരിക്കിൻ അണ്ടറിൽ വന്ന സമയത്ത് വി ഹാവ് ലോസ്റ്റ് ദറ്റ് ഫിറ്റ്നസ് ലെവൽ. പ്ലെയേഴ്സൊക്കെ ഒരുവിധം ക്ഷീണപ്പെട്ട് തോന്നുന്നതാണ് എനിക്ക് തോന്നിയത്. അവർക്ക് ആ ഒരു ഫിറ്റ്നസ് ലെവൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അമറിൻ പോയതിനു ശേഷം നമ്മൾ ഫസ്റ്റ് 2 ഗെയിംസ് ആ ഒരു ഫിറ്റ്നസ് ലെവൽസിൽ കളിച്ചു. ആർസണലുമായിട്ട് പിന്നെ സിറ്റി ആയിട്ടുള്ള കളികളിൽ ആ ഒരു ഫിറ്റ്നസ് ലെവൽസിൽ നിന്നു. എനിക്ക് തോന്നുന്നു അതെന്ന് പറഞ്ഞാൽ അമറിന്റെ അണ്ടറിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ഒരു ഫിറ്റ്നസ് ഇതുണ്ടല്ലോ, അപ്പൊ അതിൻ്റെ ഒരു തുടർച്ച എന്ന് വേണം എനിക്ക് പറയാനായിട്ട്. കാരണം അത് അമറിൻ പോയത് ഉടനെ പ്ലെയേഴ്സ് എല്ലാവരും അങ്ങ് ഫിറ്റ്നസ് ഡൗൺ ആവും എന്നല്ല പറയുന്നത്. സോ ആ സമയത്ത് ഉണ്ടായിരുന്ന ഫിറ്റ്നസ് പിന്നെയും അവരിലുണ്ടായിരുന്നു. പിന്നെ കാരിക്കിൻ്റെ അണ്ടറിൽ വന്ന് ഈ ഒരു ഫിറ്റ്നസ് റൂട്ടീൻസ് ഒക്കെ മാറിക്കഴിഞ്ഞപ്പം അത് നല്ല രീതിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയേഴ്സിനെ തന്നെ ബാധിച്ചു എന്ന് വേണം പറയാനായിട്ട്. ആ രണ്ട് ഗെയിം വീക്ക് മുമ്പിൽ നമുക്ക് ഏകദേശം ഒരു 13 days ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയേഴ്സ് ഒക്കെ ഒരു ഷോർട്ട് ഹോളിഡേന് ഒക്കെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. ദുബായിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കറങ്ങി നടന്ന് നിന്ന്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഗെയിമിൽ ഐ തിങ്ക് ദാറ്റ് വാസ് അഗെയിൻസ്റ്റ് വെസ്റ്റ് ഹാം അല്ലേ. വെസ്റ്റ് ഹാമുമായിട്ടുള്ള ഗെയിമിൽ എന്ന് പറഞ്ഞാൽ പിന്നെയും ഇത് കണക്ക് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് ടയർഡായിട്ട് കാണപ്പെട്ടു പ്ലെയേഴ്സൊക്കെ. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ഈ ഒരു ഫിറ്റ്നസ് റൂട്ടീൻസ് ഉണ്ടല്ലോ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ളത്. അപ്പോൾ അത് അമർമിൻ്റെ ലെവല് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ലെവലാണ്. കാരിക്കിൻ്റെ എന്ന് പറഞ്ഞാൽ വീണ്ടും താഴെ നിൽക്കുന്ന ഒരു ലെവലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ 11 പേരുമായിട്ടും എതിർ ടീം ഒരു 10 പേരുമായിട്ട് കളിച്ചെന്ന് വെച്ചിട്ട് വലിയ രീതിയിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. സോ ഐ ഹേറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലേയിങ് എഗെയിൻസ്റ്റ് 10 men. കാരണം വെച്ചാൽ അതുകൊണ്ട് ഒരു ഗുണമില്ല. നമ്മൾ എതിർ ടീം ഒരു പ്ലെയർ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബെറ്റർ ആയിട്ട് കാണിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു അഡ്വാൻറ്റേജ് എടുക്കുന്നു എന്നൊന്നും എനിക്കിതുവരെയ്ക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്ക്
കുറച്ചുകൂടെ ഒന്ന് ഓക്കെ എന്താ റിലാക്സ്ഡ് ആയിട്ട് കളിക്കാനായിട്ടുള്ളൊരു ഇത് മാത്രമാണ് ഒരു വൺ മാൻ അഡ്വാൻറ്റേജ് എന്നുള്ളത് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ഓക്കെ നമുക്കൊരു ഒരാൾ കൂടുതലുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പ്രഷർ ഇടാം, ഓപ്പോസിഷനിൽ കൂടുതൽ പ്രഷർ ഇട്ട് കൂടുതൽ ഗോൾ സ്കോർ ചെയ്യാം എന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചിന്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഫസ്റ്റ് ഹാഫിൽ പൂർണ്ണാധിപത്യമായിട്ട് ന്യൂകാസിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു റെഡ് കാർഡ് വരുന്നത്. ജേക്കബ് റാംസി ആ ഒരു സെക്കൻഡ് യെല്ലോ കാർഡ് നേടുന്നു. അതൊരു ഡൈവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഡൈവായിട്ട് ഇങ്ങനെ എടുത്തു വെച്ച് ചാടുന്ന പോലെയല്ല. ബട്ട് ഐ തിങ്ക് ആ ഒരു പ്ലെയർ ലാസ്റ്റത്തെ ഒരു മൊമെന്റിൽ, അതായത് ലെമൻസിന് കടന്നു പോയി കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഒരു വീഴ്ചയാണ്, അതൊരു ഡൈവായിട്ട് എനിക്കത് ഫീൽ ചെയ്തില്ല. സോ റെഡ് കാർഡ് ആണോ എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് ദാറ്റ് വാസ് ലൈക്ക് ലിറ്റിൽ ഹാഷ്. അപ്പം ഒരു വ്യക്തിയായിട്ട് നമ്മൾ കുറഞ്ഞു. പിന്നെ അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഭാഗത്തു നിന്നുള്ള ആ മിസ്റ്റേക്ക് കൊണ്ട് പെനൽറ്റി വരുന്നു. എന്തിനാ വെറുതെ ഈ ആവശ്യമില്ലാതെ പോയിട്ട് ബോക്സിനകത്ത് പ്ലെയറിനെയൊക്കെ തട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് എപ്പോഴും ഇതായിട്ട് നടക്കുന്ന കാര്യമാണ്. ഇപ്പം ഈ ഒരു സീസണിൽ ഇച്ചിരി കുറഞ്ഞെന്നേ ഉള്ളൂ, അത് വീണ്ടും പൊങ്ങി വന്നിരിക്കുകയാണ്. മുമ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയേഴ്സ് അവർ ലൈക്ക് ബുദ്ധി ഉപയോഗിക്കുന്നില്ല. ഈ ബോക്സിന്റെ അകത്ത് വെറുതെ അനാവശ്യമായിട്ട് അങ്ങനത്തെ ഒരു ടച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. സോ ആ ഒരു മിസ്റ്റേക്കിൽ നിന്ന് അവർ ഗോൾ സ്കോർ ചെയ്യുന്നു. ആ ഗോൾ സ്കോർ ചെയ്യുന്നത് തന്നെ വേറൊരു മിസ്റ്റേക്കിലാണ്. അതായത് കസമീറോ ബോൾ ഹീസ് വെരി സ്ലോ ഓൺ ദ ബോൾ. കാലിൽ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ കുറേ സമയം എടുത്തിട്ടാണ് ഒരു പാസ് കസമീറോ ശ്രമിക്കുന്നത്. അത് ഈ ഒരു ഗെയിമിൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് ടീം കസമീറോയുടെ കാലിൽ നിന്നിട്ട് ഇതൊക്കെ സ്ലോ ആയതുകൊണ്ട് പോയിട്ട് ബോൾ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്കിൽ നിന്ന് പോയിട്ടാണ് ഈ ഒരു ഗോളിന് വഴി തെളിക്കുന്നത്. സോ ഐ തിങ്ക് കസമീറോ വാട്ട് ഹി നീഡ്സ് ടു ഡു ഇസ് ലൈക്ക് എത്രയും വേഗം കാലിൽ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അത് അടുത്ത പ്ലെയറിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് കിട്ടി പതുക്കെ എഴഞ്ഞ് പോകുന്ന ഒരു സാഹചര്യമാണ്. സോ ദാറ്റ് ഇസ് ഇത് ഈ സീസണിലല്ല, സ്ഥിരം കാഴ്ചയാണ്. ഇതിന് മുമ്പുള്ള സീസണിൽ, കഴിഞ്ഞ സീസൺ ആണെങ്കിൽ അതിന് മുമ്പുള്ള സീസണിൽ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്, വെരി സ്ലോ ഓൺ ദ ബോൾ. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ആ എക്സ്ട്രാ ടൈമിൽ തന്നെ വീണ്ടും നമ്മൾ എന്താ പറയുക, ആ ഒരു സമനില നേടുന്നുണ്ടായിരുന്നു. ബ്രൂണോയുടെ ഈ സീസണിലെ 14ാമത്തെ അസിസ്റ്റ് നേടി. അതിൽ നിന്നും കസമീറോ വീണ്ടും ആ ഒരു മിസ്റ്റേക്കിന് ഒരു പരിഹാരം എന്നുള്ള ലെവലിൽ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ട് നമ്മൾ 1-1 സമനില ആയിട്ട് ഹാഫ് പിരിയുന്നു ഫസ്റ്റ് ഹാഫ്. പിന്നീട് അങ്ങോട്ട് വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇനിയിപ്പം എന്താ പറയുക, വൺ മാൻ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ സെക്കൻഡ് ഹാഫ് ഉറപ്പായിട്ടും നമുക്ക് ആധിപത്യം സ്ഥാപിക്കാം ആൻഡ് നമുക്ക് കൂടുതൽ ഗോൾ സ്കോർ ചെയ്യാം, അവര് സിറ്റ് ബാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും എന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രതീക്ഷിച്ചു. ആയിരിക്കും, എനിക്ക് തോന്നുന്നു അത് തന്നെ ആയിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിൽ നിന്നെല്ലാം വിപരീതമായിട്ട് എഡി ഹൗ ടീമിനെ സെറ്റ് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ എന്ന് പറഞ്ഞാൽ സിറ്റ് ബാക്ക് ചെയ്യാനല്ല. ആ 10 പേരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ എന്താ പറയുക, പുഷ് ചെയ്യുക, ഫോർവേഡ് കളിക്കുക, ഹൈലൈൻ കളിച്ചിട്ട് തന്നെ എതിർ ടീമിനെ നേരിടുക എന്നുള്ള ലെവലിലാണ് ടീമിനെ സെറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിൽ ഇറക്കിയത്. അവർ ഒട്ടും ഭയന്നിട്ടല്ല. കാരണം നോർമലി 10 പേരോട് അടങ്ങുമ്പോൾ ടീമുകൾ കുറച്ചുകൂടെ പിൻവലിഞ്ഞിട്ട് ലോ ബ്ലോക്ക് വെക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. പക്ഷെ എഡി ഹൗ പറഞ്ഞു അത് വേണ്ട, ലെറ്റ്സ് ഗോ ആൻഡ് അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞിട്ട് ടീമിനെ അതേപോലെ സെറ്റ് ചെയ്തു. ഇപ്പം എതിർ ടീം നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അഥവാ ലോങ് ബോൾസും അതൊക്കെ ഇടുവാണെങ്കിൽ വി ഹാവ് ദ പ്ലെയേഴ്സ് ടു, നമുക്ക് ബാക്കിലെ പ്ലെയേഴ്സിന് പേസ് ഉണ്ട്, അവർ അതുമായിട്ട് പ്രതിരോധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ടീമിനെ അയച്ചു. ആൻഡ് അടുത്ത ഒരു 10-20 മിനിറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുമ്പം അതൊരിപ്പോൾ ന്യൂട്രൽ ഇപ്പം കളി കാണുന്നു, അല്ലെങ്കിൽ റെഡ് കാർഡ് ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് അറിയാത്തൊരു വ്യക്തി കളി കണ്ടിരുന്നാൽ ദേ വുഡ് തിങ്ക് ലൈക്ക് ഇത് നോർമൽ 11 പേര് കളിക്കുന്നത് പോലെയാണ് തോന്നിയത്. ബിക്കോസ് ആ സമയത്ത് പൊസിഷൻ സ്റ്റാറ്റ് നോക്കി കഴിഞ്ഞാൽ 50-50 തന്നെയാണ്. അല്ലാതെ ഒരു രീതിയിലുള്ള ഡോമിനേഷൻ നമുക്ക് ആ സമയത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പ്ലെയേഴ്സിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ലൂക്ക് ഷോ, എനിക്ക് എടുത്തു പറയേണ്ട ഒരു പ്ലെയറാണ് ലൂക്ക് ഷോ. ഹീ ഈസ് എന്താ പറയുക, അടുത്ത സീസണിലുള്ള ലൂക്ക് ഷോ ആയിട്ടാണ് നമ്മൾ കളി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പോകുന്നതെങ്കിൽ അടുത്ത സീസൺ മറക്കാം. റൈറ്റിൽ ഡാലോ ആയിട്ടാണ് നമ്മൾ കളി സീസൺ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സീസൺ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൊഗെറ്റ് ദറ്റ് സീസൺ. ഇവർ രണ്ടുപേരും ഇൻകോമ്പീറ്റന്റ് ആണ്. ലൂക്ക് ഷോ ഒരു ആ മിഡ് ഹാഫ് വരെ പോകുന്നുള്ളൂ. ഈസ് നോട്ട് ഈവൻ ലൈക്ക് ഒരു ഫോർവേഡ് പോവുക, അവിടുന്ന് ഒരു ക്രോസ് ഇടുക, ഇതൊന്നും കാണാനേ ഇല്ല. സെയിം വേ വിത്ത് റൈറ്റില് മസറാവിയാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും ലൈക്ക് മസറാവി ഹാഡ് എ പുവർ ഗെയിം.
വലിയ രീതിയിലുള്ള കുറച്ചൊന്ന് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിച്ചിട്ട് വീണ്ടും ബാക്കിലോട്ട് പാസ് കൊടുക്കുകയാണ്. പിന്നെ ഡാലോ എന്ന് പറഞ്ഞ സെക്കൻഡ് ഹാഫിൽ വന്നു. ഡാലോന് എനിക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം സെക്കൻഡ് ഹാഫിൽ വന്ന് ഇത്രയും എനർജി ആയിട്ട് ഒരു പ്ലെയർ വന്നിട്ട് ഈസ് നോട്ട് ട്രൈങ് ടു ടേക്ക് ദ ഓപ്പോസിഷൻ പ്ലെയർ 1-on-1. അവിടെ സൈഡ് യൂസ് ചെയ്യുക, അവിടുന്ന് ക്രോസ് കൊടുക്കുക, ഒന്നുമില്ല. അവിടെ പോയിട്ട് വീണ്ടും തിരിച്ച് ബ്രൂണോയോ ആണെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ബോൾ കൊടുക്കുക ചെയ്യുന്നത്. നോബഡി ഈസ് ട്രൈങ് ടു ക്രോസ് ദ ബോൾ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് സെസ്കോന ഒരു 6'5" പ്ലെയറിനെ എന്തിനാണ് നമ്മൾ ടീമിൽ മെയിനായിട്ട് ഇറക്കിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഇഫ് കാരിക് ഗോട്ട് ദറ്റ് പ്ലെയർ സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിക്കാനായിട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്ലെയറിന് ബോൾ വരുന്ന സ്ട്രാറ്റജീസ് അല്ലേ കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഈ സൈഡിൽ കുഞ്ഞയും ആ സൈഡിൽ എംബൂമയും ബോൾ കീപ്പ് ചെയ്ത് അവിടെ പോയിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും പിന്നെ തിരിച്ച് പാസ് കൊടുക്കുക ചെയ്യുന്നത്. എംബൂമോനെ കുറിച്ചിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എംബൂമോ കുറച്ച് നാളായിട്ട് ഹീസ് വെരി മച്ച് ലൈക്ക് ബിലോ ആവറേജ്. 1-2 ഗോളുകൾ സ്കോർ ചെയ്യുന്നു എന്നല്ലാതെ ആ സ്കോർ ചെയ്ത കളികളിൽ പോലും എംബൂമോയുടെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ വെരി വെരി പുവർ. എൻ്റെ അഭിപ്രായത്തിൽ എംബൂമോ പുറത്തിരിക്കാനായിട്ട് ആണ് കൂടുതൽ യോഗ്യൻ ഈ ഒരു സമയത്ത്. അമാദ് അമാദാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യും, ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമിക്കുന്നുണ്ട്. എംബൂമോ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയറിനെ 1-on-1 ബീറ്റ് ചെയ്ത് ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒന്നും കണ്ടിട്ടില്ല. ഇപ്പുറത്തെ കുഞ്ഞിയാണെങ്കിലും ഹീസ് ദെയർ, ലൈക്ക് ഹീ ഹാഡ് ഹിസ് മൂവ്മെന്റ്സ്. ഇടയ്ക്ക് കുറച്ച് സമയങ്ങളിൽ പ്ലെയേഴ്സിനെ കട്ട് ചെയ്ത് ബീറ്റ് ചെയ്ത് ബോൾ കൊണ്ട് പ്രോഗ്രസ് ചെയ്യുന്നതൊക്കെ ആയിട്ട് കണ്ടു. ഹി ഹാഡ് ബെറ്റർ ഗെയിം. പക്ഷെ എന്നിരുന്നാലും നോട്ട് ഹിസ് ബെസ്റ്റ്. ഒരു എബോവ് ആവറേജ് ആയിട്ട് തന്നെ പറയാം. അതല്ലാതെ ബാക്കിയുള്ള പ്ലെയേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ കോബി മെയിനു എന്താ പറയുക, മെയിനു ഈ കഴിഞ്ഞ കുറച്ച് ഗെയിമൊക്കെ ആയിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര നിറമങ്ങിയിട്ട് നിൽക്കുവാണ്. ഹി ഈസ് നോട്ട് പെർഫോമിങ്, ഭയങ്കര സ്ലോ. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് സീസൺ ആകുമ്പോൾ വി നീഡ് ഒരു 2 പ്രോപ്പർ എനർജറ്റിക് മിഡ്ഫീൽഡേഴ്സ് വേണ്ടുന്നതിൻ്റെ ആവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അത് പറഞ്ഞു വരുമ്പോഴാണ് സാൻഡ്രോ ടൊണാലിനെ കുറിച്ച് പറയേണ്ടത്. ബിക്കോസ് ഞാൻ പറഞ്ഞതുപോലെ ഇത് ടൊണാലിയുടെ ഒരു ഓഡിഷൻ ആയിരുന്നു. ആൻഡ് ഹീ വൺ ദറ്റ് ഓഡിഷൻ. കാരണം എന്ത് എനർജറ്റിക്കും എന്ത് പവർഫുള്ളും ആയിട്ടാണ് ആ മിഡ്ഫീൽഡ് കളിച്ചുകൊണ്ടിരുന്നത്. ജോലിംഗ്ടണും സാൻഡ്രോ ടൊണാലിയൊക്കെ നല്ല പ്രോപ്പറായിട്ട് ആ മിഡ്ഫീൽഡ് കൈയടക്കി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് മെയിനുവും കാസമീറും ബ്രൂണോ അടങ്ങുന്ന മിഡ്ഫീൽഡാണ്. ഇവിടെ ഒരു ഫിസിക്കാലിറ്റി വെച്ച് നോക്കി കഴിഞ്ഞാൽ ന്യൂകാസിൽ 7 അയലത്ത് വരത്തില്ല. They had proper physical presence in the midfield അല്ലേ. ജോലിംഗ്ടൺ ഒക്കെ ആണെങ്കിലും അതെ, പിന്നെ ടൊണാലി ആണെങ്കിലും അതെ. സോ ഐ തിങ്ക് ലൈക്ക് ടൊണാലി would be a name that Manchester United should definitely consider. ലെനി യോറോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹാസ് ടു ഗോ ഔട്ട് ഓൺ എ ലോൺ നെക്സ്റ്റ് സീസൺ. കാരണം എനിക്ക് തോന്നുന്നു വെച്ചാൽ ആ ഒരു പൊസിഷൻ ഇത്രയും ഗെയിംസ് മാർട്ടിനസ് ഇല്ല, അല്ലെങ്കിൽ ഡിലിറ്റും ഒക്കെ കളിക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ ആ ഒരു നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ ഹി ക്യാൻ സ്റ്റേ ഇൻ ദറ്റ് സ്റ്റാർട്ടിംഗ് 11. എനിക്കതാണ് തോന്നുന്നത്. പക്ഷേ അതൊന്നും കാഴ്ചവെക്കുന്നില്ല. ഈസ് നോട്ട് ഡോമിനന്റ്. പ്ലെയേഴ്സിനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഏരിയൽ ഡ്യൂറൽസ് നോക്കുമ്പം ഓപ്പോസിഷന് മുമ്പിൽ ലൈക്ക് ഈസ് നോട്ട് ഗുഡ് ഇനഫ്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ലെനി യോറോയുടെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഷുഡ് ഗോ ഔട്ട് ഓൺ എ ലോൺ. വേറൊരു പ്രോപ്പർ ടീമിൽ പോയിട്ട് ഒരു എല്ലാ ഗെയിംസും കളിക്കാൻ പറ്റുന്ന ഒരു ടീമിലേക്ക് പോകാനായിട്ട് ഇത് സാധിക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് വില്യം സാലിബാനെ നോക്കുകയുള്ളൂ. ആർസനലിന് വേണ്ടിയിട്ട് ഇപ്പോൾ കളിക്കുന്നതിന് മുമ്പ് സാലിബ വന്നു കഴിഞ്ഞിട്ട് ഫ്രഞ്ച് ലീഗിൽ പോയി ഒരു സീസണൊക്കെ അവിടെ പോയി കളിച്ച് നല്ല രീതിയിൽ പെർഫോമൻസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് ഈ ഒരു പാർട്ട്ണർഷിപ്പ് കൊണ്ടുവന്നത്. സോ ഐ തിങ്ക് സിൻസ് ഹി ഈസ് ജസ്റ്റ് 20 years old, he needs to have his time outside. ഗോൾ കീപ്പർ സെനൽ ലാമൻസിനെ എടുത്ത് പറയുകയാണെങ്കിൽ പലപ്പോഴും ഞാൻ നോക്കി പറഞ്ഞാൽ ബാക്കിൽ നമുക്ക് ഈ ചുമ്മാ ബോൾ ലോഞ്ച് ചെയ്യാണ്. നമ്മുടെ ഫോർവേഡ്സിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒത്തിരി ബോളുകൾ ഇങ്ങനെ അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമ്മൾക്ക് നമ്മുടെ ഇതിൽ കൺട്രോൾ വന്നിട്ടോ അല്ലെങ്കിൽ അതൊരു അറ്റാക്കിലേക്ക് നയിക്കുന്നില്ല. സോ അതിനെക്കാട്ടി നല്ലതെന്ന് പറഞ്ഞാൽ ലൈക്ക് സാഹചര്യങ്ങൾ കിട്ടുന്ന അനുസരിച്ച് സൈഡിലോട്ട് പാസ് കൊടുത്തിട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും. ഗോൾ കിക്കുകളൊക്കെ എല്ലാം ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ലോഞ്ച് ചെയ്യുന്നു, അത് അവരുടെ കാലിൽ കിട്ടുന്നു, അവരതുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. സോ അതല്ലാതെ ഒരു പ്രോപ്പർ പാസിംഗ് ഗെയിം ബാക്കിൽ നിന്ന് വരുന്നതായിട്ട് കാണുന്നില്ല. നമുക്ക് ഈ ഗെയിമിൽ കുറച്ച് ചാൻസസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എംബൂമോടെ ആ ഒരു ഓപ്പൺ ചാൻസ് അടിച്ച് എയറിൽ അത്രയും ഹൈറ്റിലാണ് കളഞ്ഞത്. അത് ഓപ്പൺ ഗോള് കിട്ടിയിട്ട് ഈസി ആയിട്ട് സ്കോർ ചെയ്യേണ്ട ഒരു സാഹചര്യമായിരുന്നു. സോ അത് പോയി. പിന്നെ അതിനുശേഷം ലെനിയോറോടെ ആ ഹെഡർ, അതൊരു ഒരു നല്ല രീതിയിലുള്ളൊരു ഹെഡർ വന്നിരുന്നെങ്കിൽ അത് ഗോൾ കയറിയത്. പിന്നെ ഡാലോ സെക്കൻഡ് ഹാഫ് ലാസ്റ്റ് എനിക്ക് 70-something minutes കിട്ടിയ ഒരു ചാൻസ്. അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം അടിക്കേണ്ട ബോൾ എടുത്ത് വെച്ച് നോക്കി കറങ്ങി ഒക്കെ അതുകൊണ്ട് അത് പാഴാക്കി. അങ്ങനെ കുറച്ച് ചാൻസസ് നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കിട്ടിയതായിരുന്നു. അതെല്ലാം
കളഞ്ഞു. പിന്നെ സെർക്സിയുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ഒരു ഷോട്ട്, ഒരു തണ്ടർ ബോൾട്ട് ഷോട്ട് ആരൺ റാംസ്ഡെയിൽ അത് സേവ് ചെയ്ത് കൊണ്ടുപോയി. സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദേ ഡിസേർവ് ദിസ് വിൻ. പിന്നെ കാരിക്കിന് ഈ ഒരു ഗെയിമോട് കൂടി എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒരു ഡെപ്ത്, ടാക്ടിക്കൽ ഡെപ്ത് എവിടം വരെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം പല ഗെയിംസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാരിക്ക് വളരെ സൂക്ഷിച്ച് ഗെയിം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നല്ലാതെ ഇൻ ഗെയിം മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചേഞ്ചസ് ഇതൊക്കെ വളരെയധികം മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഈ ഗെയിമിൽ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പം ഒരു ടാക്ടിക്കൽ അവയർനെസ് ഉള്ള ഒരു കോച്ച്, നമ്മൾ ഫസ്റ്റ് 20 minutes ഓഫ് ദ സെക്കൻഡ് ഹാഫ് അവർ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു ഇത് കണ്ടു കഴിയുമ്പോൾ ഉടനെ ചേഞ്ചസ് വരുത്തണം. അല്ലാതെ ഏറ്റവും അവസാനം ഈ 78th മിനിറ്റിലൊക്കെയാണ് ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത്. അതിന് മുമ്പേ ഉഗാട്ടെ വരുന്നു കശ്മീറിന് പകരം. ദാറ്റ് വാസ് കാർഡ് കിട്ടിയതിൻ്റെ പുറത്തുള്ളതാണ്. അല്ലാതെ ഗെയിം ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഏറ്റവും അവസാനമാണ്. സെർക്സിനെയൊക്കെ നേരത്തെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഹമാദിനെയൊക്കെ കുറച്ചുകൂടെ മുമ്പേ കൊണ്ടുവന്നിട്ട്. കാരണം എംബുമോടെ ഭാഗത്ത് നിന്ന് ഒന്നും കാഴ്ചവെക്കുന്നതായിട്ട് കാണുന്നില്ല. സോ മേക്ക് എ ചേഞ്ച് ഏർലി. ഏറ്റവും അവസാനമാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വന്ന് ഇത്രയും എന്താ പറയുക ഒരു ഗുണമില്ലാത്ത രീതിയിലേക്ക് പോയത്. സോ കാരിക്കിൻ്റെ ഈ ഒരു ഗെയിമോട് കൂടി ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇങ്ങനത്തെ ഒരു ടാക്ടിക്കൽ ലെവലിൽ വെച്ചിട്ട് നമുക്കൊരു ചാമ്പ്യൻസ് ലീഗ് ടീമിനെ കെട്ടി കൊണ്ടുവരാനായിട്ടൊക്കെ സാധിക്കുമോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. സോ ഇതൊരു തോൽവിയുടെ ഒരു ഇമോഷണൽ ബേസിൽ ചിലപ്പോൾ പറയുന്നതായിട്ട് തോന്നാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത് എൻ്റെ ഉള്ളിൽ ഈ ഒരു ഗെയിം കഴിഞ്ഞ കുറച്ച് ഗെയിമായിട്ട് വരുമ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഹി നീഡ്സ് ലിറ്റിൽ മോർ ദാൻ എന്താ പറയുക, ഇപ്പോൾ ഉള്ള വൈബുമായിട്ട് പ്ലേയേഴ്സിനെ അവരവരുടെ പൊസിഷനിൽ നല്ല രീതിയിൽ കളിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ടാക്ടിക്കലി മാറ്റാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ അടുത്ത ആസ്റ്റൺ വില്ലയായിട്ടുള്ള ഗെയിമാണ് 11 ദിവസത്തിന് ശേഷം. അപ്പോൾ വീണ്ടും ഇതണക്ക് ഹോളിഡേയും കാര്യങ്ങളൊക്കെ പ്ലേയേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ടീമിൻ്റെ ഫിറ്റ്നസ് സ്റ്റാൻഡേർഡ്സും ഓവറോൾ സ്റ്റാൻഡേർഡ്സിനെ എല്ലാവരും ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ അതൊന്നും കൊടുക്കാതെ പ്ലേയേഴ്സിന് സ്ട്രിക്റ്റ് റൂട്ടീനിലിടുക, അവരുടെ ഫിറ്റ്നസ് ഇൻക്രീസ് ചെയ്യുക. കാരണം ഇത്രയും ഗ്യാപ്പ് വന്നിരുമ്പോൾ പ്ലേയേഴ്സ് ഭയങ്കരമായിട്ട് അങ്ങ് എന്താ പറയുക റഗഡാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് കാരിക്ക് ശ്രമിക്കേണ്ടത്. ആൻഡ് നെക്സ്റ്റ് ഗെയിം വളരെ ഇമ്പോർട്ടൻറ്റ്. ആ കളി സമനിലയോ തോക്കുകയൊക്കെ ആണെങ്കിൽ വീണ്ടും നമ്മൾ ഡൗണിലോട്ട് പോകാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട്. സോ വി നീഡ് ദാറ്റ് വിൻ. അതിനി അങ്ങോട്ടേക്ക് ആസ്റ്റൺ വില്ല ഇമ്പോർട്ടൻറ്റ് ഗെയിം, അതിൽ ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ മേലെ കുറച്ചൊരു 3 point ഡിഫറൻസിൽ മുകളിലോട്ട് പോകാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ചെൽസിയും ഒക്കെ ഭയങ്കര എന്താ പറയുക പെർഫോമൻസോടുകൂടിയാണ് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ചെൽസി നമ്മുടെ തൊട്ട് പിറകിലുണ്ട്, നമ്മുടെ വാലിൽ തന്നെ അവർ കിടപ്പുണ്ട്. സോ ചെൽസിനെ വായിക്കേണ്ട ഒരു ടീം തന്നെയാണ്. ചെൽസി ആയിട്ടുള്ള ഗെയിം ഇനി അങ്ങോട്ടേക്ക് നെക്സ്റ്റ് മന്തിലൊക്കെ ചെൽസി ആയിട്ടുള്ള ഗെയിം വരുന്നുണ്ട്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഗെയിമിനെ കുറിച്ചിട്ട്? സോ വാട്ട് ഡിഡ് യു തിങ്ക് അബൌട്ട് ദ ഗെയിം? അത് പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, സോ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.